വി.എസിന്റെ അപകീർത്തി പ്രചാരണങ്ങൾക്കെതിരെ കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. എം സ്വരാജിന് വോട്ട് തേടി തൃപ്പൂണിത്തുറയിൽ വി.എസ് എത്തി. ഒപ്പം അടൂർ പ്രകാശിന് വോട്ട് തേടി കോന്നിയിൽ വി.എം. സുധീരനും എത്തി. നിറയെ വാർത്തകളുണ്ട് കേരള ബാലറ്റിലേക്ക് സ്വാഗതം. കേരള ബാലറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഉൾപാർട്ടി ചർച്ചകളിൽ എതിർത്തവർക്ക് വോട്ട് ചോദിച്ച് വി.എസിന്റെയും വി.എം. സുധീരന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. എം സ്വരാജിന് വേണ്ടി വി.എസ്. തൃപ്പൂണിത്തുറയിൽ. കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിക്ക് പകരം കൈപ്പറ്റി എന്നാക്കണമെന്ന വി.എസ്. അടൂർ പ്രകാശിന് വോട്ട് തേടി സുധീരൻ കോന്നിയിൽ. വി.എസിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. സ്വന്തം പാർട്ടിയിലുള്ളവർക്കെതിരെ കേസ് ഉണ്ടായിട്ട് വി.എസ്. മിണ്ടുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി. നിയമ നടപടി അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിക്കാൻ വി.എസ്. തയ്യാറാകാത്തതിനാൽ. ഇരിക്കൂറിൽ കെ.സി. ജോസഫിനെതിരെ പൊതുവിമതൻ മത്സരരംഗത്ത്. കർഷക കോൺഗ്രസ് നേതാവ് ബിനോയ് തോമസിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റ് വിമതർ പിന്മാറി. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ലീഗ് പ്രവർത്തകർ വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിന് ആശങ്ക. എം.വി. നികേഷ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി.ജി.പിക്ക് വി.എസ്. നൽകിയ കത്ത് കോൺഗ്രസ് പ്രചാരണായുധമാക്കുന്നു. നികേഷിനെതിരായ വഞ്ചനാ കേസിൽ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കത്തിൽ വി.എസ്. കത്ത് നൽകിയത് നികേഷ് സ്ഥാനാർത്ഥിയാകുന്നതിനു മുൻപ്. വിശദമായ വാർത്തകൾ നോക്കാം. വി.എസിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിക്കാൻ വി.എസ്. തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നാണ് ഇരുവരും പറഞ്ഞത്. ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെതിരെ ലോകായുക്തയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ മാത്രമെടുത്താൽ മതി. എല്ലാം അഴിമതി കേസുകൾ തന്നെ. കേസുകളിലും ഉമ്മൻചാണ്ടി മുമ്പിൽ തന്നെ. മിസ്റ്റർ ഉമ്മൻചാണ്ടി 31 കേസുകൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 14 കേസുകൾ. ഇതായിരുന്നു വി.എസിന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അപകീർത്തികരമായ പ്രസ്താവനയാണ് നടത്തുന്നതെന്നും ഉമ്മൻചാണ്ടി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. വി.എസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഞാൻ ഏതായാലും നിയമ നടപടിയായിട്ട് പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത് പിന്നെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. ഞാൻ കൊടുക്കുന്നത് കോടതിയിലായിട്ടുള്ള കേസാണ്. സ്വന്തം പാർട്ടിയിലുള്ളവർക്കെതിരെ കേസുണ്ടായിട്ട് എന്തുകൊണ്ട് വി.എസ്. മിണ്ടുന്നില്ലെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. വി.എസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. എനിക്കെതിരായി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയും കേരളകൗമുദിയിൽ വന്ന ലേഖനവും ജനങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് അപകീർത്തികരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. എം സ്വരാജിനായി വോട്ട് അഭ്യർത്ഥിച്ച് വി.എസ്. അച്യുതാനന്ദൻ തൃപ്പൂണിത്തുറയിൽ. കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തി മാറ്റി കൈപ്പറ്റി എന്നാക്കണമെന്ന് വി.എസ്. പറഞ്ഞു. ഉമ്മൻചാണ്ടി അഴിമതിയുടെ കേന്ദ്രമാണെന്നും വി.എസ്. പറഞ്ഞു. പരസ്പരം പോരടിക്കുന്ന ഈ കൂട്ടരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ചിഹ്നമായ കൈപ്പത്തി ഒഴിവാക്കും, എന്നിട്ട് കൈപ്പറ്റി എന്നാക്കണം. എന്തിന് ഓരോന്നിനും അഴിമതി കൊടുത്ത് കാശു വാങ്ങുകയല്ലേ? ഉമ്മൻചാണ്ടിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാവ് എം സ്വരാജിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് സ്ഥാനാർത്ഥികളെയും അവരുടെ ചിഹ്നമായ ചുറ്റികേരുവാൾ, നെൽക്കതിരരുവാൾ, അതേപോലുള്ള ചിഹ്നങ്ങൾ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോടെല്ലാം സവിനയം അഭ്യർത്ഥിക്കുന്നു.
അടൂർ പ്രകാശിന് വോട്ട് അഭ്യർത്ഥിച്ച് KPCC പ്രസിഡന്റ് VM സുധീരൻ കോന്നിയിൽ എത്തി. കോന്നി മണ്ഡലത്തിലെ വള്ളിക്കോട് സംഘടിപ്പിച്ച UDF പ്രചാരണ കൺവെൻഷനിലാണ് VM സുധീരൻ പങ്കെടുത്തത്. കോന്നിയിൽ അടൂർ പ്രകാശ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധീരൻ കേരളത്തിൽ തുടർഭരണം ഉറപ്പാക്കുമെന്നും പ്രതികരിച്ചു. അതേസമയം വിവാദ വിഷയങ്ങളൊന്നും പരാമർശിക്കാതെയായിരുന്നു സുധീരന്റെ പ്രസംഗം. 45 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ ഭൂരിപക്ഷം സമയവും BJPയെയും CPMനെയും കടന്നാക്രമിക്കാൻ ശ്രമിച്ച സുധീരൻ കോന്നിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വിവാദങ്ങളെയും പരമാവധി ഒഴിവാക്കിയാണ് സംസാരിച്ചത്. BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ദേശീയതലത്തിൽ CPMന് കരുത്തില്ലെന്ന് പറഞ്ഞ സുധീരൻ BJPയും CPMും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ആരോപിച്ചു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പക്ഷപാതിത്വമില്ലാത്ത വികസനമാണ് UDF സർക്കാർ നടപ്പാക്കിയത്. അതിന്റെ ഭാഗമായി കോന്നിയിലും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അടൂർ പ്രകാശിനായി. അടൂർ പ്രകാശിനെ നേരിട്ടറിയാവുന്ന കോന്നിക്കാരോട് കൂടുതൽ കാര്യങ്ങൾ താൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ എന്നും സുധീരൻ പറഞ്ഞു. നിങ്ങളുടെ MLA അടൂർ പ്രകാശ് ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് ബോധ്യമുള്ള നിങ്ങളോട് അതേക്കുറിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം. അതേസമയം തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനാണ് യോഗത്തിൽ അടൂർ പ്രകാശ് ശ്രമിച്ചത്. തനിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ കോന്നിക്കാർ തന്റെ ഒപ്പം നിന്നതായും VM സുധീരനെ വേദിയിലിരുത്തി അടൂർ പ്രകാശ് പറഞ്ഞു. എൻ്റെ വിഷമതകൾ, എൻ്റെ കണ്ണുനീരുകൾ, അല്ലെ എൻ്റെ പ്രയാസങ്ങൾക്ക് എന്നെ സഹായിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് ഇവിടെ ഇന്ന് ഈ സദസ്സിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മീഡിയ 1 പത്തനംതിട്ട. കണ്ണൂർ ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ പൊതുവിമതൻ മത്സരരംഗത്ത്. കർഷക കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ആണ് ഇരിക്കൂറിൽ മത്സരിക്കുക. ബിനോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റ് വിമതർ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. ഇരിക്കൂറിൽ KC ജോസഫിനെതിരായ പ്രതിഷേധങ്ങളെ ഏകോപിപ്പിച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് വിമത വിഭാഗം. ഇതിന്റെ ഭാഗമായി ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥി എന്നിവർ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. പകരം കർഷക കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് KC ജോസഫിനെതിരെ പൊതുവിമതനായി മത്സരിക്കും. ഇരിക്കൂറിലെ ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കൂർ മത്സരിക്കുന്നു എന്നുള്ളതാണ് ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി. ഇരിക്കൂറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ അവർക്ക് വേണം, ഒരു MLA അവർക്ക് വേണം. അതിനുവേണ്ടി തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു MLA ആകുവാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കൂറിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായും ബിനോയ് തോമസിന് വേണ്ടി സജീവമായി പ്രചരണ രംഗത്തുണ്ടാകുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. നോമിനേഷൻ ഡേറ്റ് കഴിഞ്ഞ് പിൻവലിക്കേണ്ട എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ കൂട്ടായ്മ മൊത്തത്തിൽ. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് KC ജോസഫിനെതിരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ഒപ്പം പരമ്പരാഗതമായി KCയെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സഭയും ഇത്തവണ അതൃപ്തിയിലാണ്. ബിനോയ് തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഈ പ്രതിഷേധങ്ങളെ ഏകോപിപ്പിക്കാനും ഒപ്പം സഭയുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമെന്നും വിമത വിഭാഗം പ്രതീക്ഷിക്കുന്നു. ജില്ലയിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഈ വിമത നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. മീഡിയ 1 കണ്ണൂർ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ലീഗ് നിലപാട് നിർണായകമാകുന്നു. സതീശൻ പാച്ചിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ലീഗ് പ്രവർത്തകർ സജീവമാകാത്തതാണ് കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത്. PK രാഗേഷ് വിഷയത്തിലടക്കം സതീശൻ പാച്ചിനി സ്വീകരിച്ച നിലപാടുകൾ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട്. അബ്ദുള്ളക്കുട്ടിയെ നീക്കി കണ്ണൂർ സീറ്റ് സതീശൻ പാച്ചിനിക്ക് നൽകിയതിനെതിരെ ആദ്യം പരസ്യമായി എതിർപ്പുയർത്തിയത് യൂത്ത് ലീഗായിരുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച PK രാഗേഷിന് രഹസ്യ പിന്തുണ നൽകിയത് സതീശൻ പാച്ചിനി അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കളാണെന്നും ഇത് ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിനും കോർപ്പറേഷൻ ഭരണം കൈവിട്ടു പോകാനും കാരണമായെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രതിഷേധം തണുപ്പിച്ചെങ്കിലും സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ലീഗ് പ്രവർത്തകർ സജീവമാകാത്തതാണ് UDF നേതൃത്വത്തെ വലയ്ക്കുന്നത്. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ട രാഗേഷിനെ കോൺഗ്രസ് കൈയൊഴിഞ്ഞതോടെ സതീശിനെതിരായ പ്രതിഷേധങ്ങളും അവസാനിച്ചെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം പറയുന്നത്. വലിയ ആവേശത്തോടുകൂടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ സജീവമായി രംഗത്തുണ്ട്. ഇതൊക്കെ ആരോ ഉണ്ടാക്കുന്നൊരു കുപ്രചരണമാണ്. ലീഗിന്റെ പ്രവർത്തകന്മാർ എല്ലായിടത്തും സജീവമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാച്ചിനിയുടെ പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണെന്ന് ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോട് നേരിട്ട് പരാതിപ്പെട്ടിരുന്നു. അവസാന നിമിഷം ഗ്രൂപ്പ് മാറിയ പാച്ചിനിയോട് A വിഭാഗത്തിനും കടുത്ത എതിർപ്പാണുള്ളത്. ഇതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാമെന്നാണ് വിലയിരുത്തൽ. സീറ്റിനായി I വിഭാഗത്തിലേക്ക് ചേക്കേറിയ സതീശൻ പാച്ചിനിയെ I വിഭാഗവും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് സൂചന. മീഡിയ 1 കണ്ണൂർ. MV നികേഷ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ DGPക്ക് നൽകിയ കത്ത് പുറത്ത്. ചാനൽ ഓഹരിയുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് VS DGPക്ക് കത്ത് നൽകിയത്. ഉന്നത സ്വാധീനം ഉപയോഗിച്ച് നികേഷ് കേസ് അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് VS കത്തിൽ പറയുന്നു. നികേഷിന്റെ സ്ഥാനാർത്ഥിയാക്കിയതിൽ VS നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നികേഷ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ച് 8-നാണ് VS അച്യുതാനന്ദൻ DGPക്ക് കത്തയച്ചത്.
ചാനലിന്റെ ഡയറക്ടർ പദവി വാഗ്ദാനം ചെയ്ത് തന്റെ പക്കൽ നിന്നും നികേഷ് 1.5 കോടി രൂപ തട്ടിയെടുത്തെന്ന് കാണിച്ച് തൊടുപുഴ സ്വദേശിനി ലാലി ജോസഫ് VS-ന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ പകർപ്പടക്കമാണ് VS DGPക്ക് കത്തയച്ചത്. നികേഷിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്നും DGPക്ക് നൽകിയ കത്തിൽ VS ആവശ്യപ്പെട്ടിരുന്നു. കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ നികേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് VS നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി UDF രംഗത്തെത്തി. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റണം, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാറ്റാൻ തയ്യാറാകേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒരു മാർഗമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിക്കും VS അച്യുതാനന്ദനും എന്ന് ഞാൻ കണക്കാക്കുന്നു. നികേഷിനെ അഴീക്കോട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ VS-ന് എതിർപ്പുണ്ടെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ കത്ത്. എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്ന അഴീക്കോട് VS-ന്റെ കത്ത് വരും ദിവസങ്ങളിൽ LDF-ന് തലവേദനയാകുമെന്ന് ഉറപ്പ്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. സംസ്ഥാന സർക്കാരിനും വഖഫ് ബോർഡിനുമെതിരെ സമസ്ത EK വിഭാഗം സമരം പ്രഖ്യാപിച്ചു. തർക്കമുള്ള മതസ്ഥാപനങ്ങളുടെ വിഷയത്തിൽ AP വിഭാഗത്തിന് അനുകൂലമായി സർക്കാരും വഖഫ് ബോർഡും പ്രവർത്തിക്കുന്നുവെന്നാണ് EK വിഭാഗത്തിന്റെ ആരോപണം. സമരം മുസ്ലിം ലീഗിനെയും UDF-നെയും പ്രതികൂലമായി ബാധിച്ചേക്കും. സർക്കാരിനെതിരെയും വഖഫ് ബോർഡിനെതിരെയും ശക്തമായ സമരം നടത്താനാണ് സമസ്ത EK വിഭാഗത്തിന്റെ തീരുമാനം. ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. AP വിഭാഗത്തിന് അനുകൂലമായി വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നുവെന്നതാണ് പ്രധാന ആരോപണം. രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കരുത് എന്ന് പരാതി രേഖപ്പെടുത്തി വെച്ച പള്ളികൾ പോലും ഏകപക്ഷീയമായി ചിലരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കാന്തപുരം വിഭാഗത്തിന് പുതുക്കി കൊടുത്ത നടപടികൾക്കെതിരെ പള്ളികളടക്കമുള്ള തർക്ക സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായി AP വിഭാഗത്തിന് രജിസ്റ്റർ ചെയ്തു നൽകുന്നു, EK വിഭാഗത്തിനെതിരെ പോലീസ് കള്ളക്കേസുകൾ എടുക്കുന്നു തുടങ്ങിയവയാണ് പ്രധാന ആരോപണങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടിയാണ് വഖഫ് മന്ത്രി. സമസ്തയുടെ സമരം ലീഗിന് വലിയ ക്ഷീണം ചെയ്യും. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമരം നടത്തുന്നത് ലീഗിനെയും UDF-നെയും പ്രതികൂലമായി ബാധിക്കില്ലേ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. UDF-നും സർക്കാരിനും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ഇതിലൊന്നും ഒരു നീട്ടിവെക്കണം. കാരണം അവരെ സമ്മർദ്ദ തന്ത്രം കൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥന്മാർ നീട്ടിക്കൊണ്ടുപോകുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 28-ാം തീയതി മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. അതിൽ പരിഹാരമായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കും. സമരം ശക്തമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ 7-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം. ഇപ്പോൾ കേരള ബാലറ്റിൽ ഒരു ചെറിയ ഇടവേള. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സെൽ ഭരണം ആവർത്തിക്കപ്പെടുന്നതായി ജനങ്ങൾ ഭയക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJP വലിയ വെല്ലുവിളി അല്ലെന്നും അതുകൊണ്ട് CPM-യുമായി ഇപ്പോൾ ഒരു സഖ്യത്തിന് ആലോചിക്കുന്നില്ലെന്നും തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സെൽ ഭരണം ആവർത്തിക്കപ്പെടും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിൽ BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. ഇവിടെ കോൺഗ്രസിന് BJP-യെ നിലയ്ക്ക് നിർത്താനോ ചെക്ക് ചെയ്യാനോ ഉള്ള കഴിവുള്ളത് കൊണ്ട് മറ്റ് മതേതര പാർട്ടികളുമായിട്ടൊരു കൂട്ടുകെട്ട് ഇവിടെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ്. അത് ഞങ്ങളുടെ സപ്പോർട്ട് ബേസിനകത്ത് യാതൊരു വിധത്തിലുമുള്ള ഒരു ഒഴുക്കും ഉണ്ടായിട്ട് അല്ലെങ്കിൽ ചോർന്നു പോക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. മന്ത്രി PK ജയലക്ഷ്മിയുടെ വിദ്യാഭ്യാസ യോഗ്യത 5 വർഷം കൊണ്ട് കുറഞ്ഞു. 2011-ലെ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഡിഗ്രിയായിരുന്ന യോഗ്യത ഇപ്പോൾ +2 ആയാണ് കുറഞ്ഞത്. ജയലക്ഷ്മിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരണാധികാരി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. 2011-ലെ തെരഞ്ഞെടുപ്പിൽ ബിരുദമാണ് യോഗ്യതയെന്ന് കാണിച്ചായിരുന്നു മന്ത്രി PK ജയലക്ഷ്മി സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ ഡിഗ്രി പരീക്ഷ ജയിക്കാതെയായിരുന്നു ഇത് സംബന്ധിച്ച സുൽത്താൻ ബത്തേരി സ്വദേശിയായ KP ജീവൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ഈ കേസിൽ തീരുമാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടിയിലെ വരണാധികാരി സബ് കളക്ടർ ശ്രീരാം സംഭവ് ശിവറാവുവിന് കോടതി നിർദ്ദേശവും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗത്തിന്റെയും കൈവശമുള്ള തെളിവുകളും സ്വമേധയാ കണ്ടെത്തിയ തെളിവുകളും ചേർത്ത് കഴിഞ്ഞ ദിവസം വരണാധികാരി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് BA ബിരുദം വിജയിച്ചിട്ടില്ലെന്ന് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചെലവ് സംബന്ധിച്ച വ്യാജ സത്യവാങ്മൂലത്തിന്റെ കേസിന്റെ റിപ്പോർട്ടും വരണാധികാരി കൈമാറിയിട്ടുണ്ട്. മീഡിയ 1, വയനാട്. പ്രസംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ 2 പേർ നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ് ഇടുക്കിയിലെ ഉടുമ്പൻചോല. LDF സ്ഥാനാർത്ഥി MM മണി തന്റെ പ്രസംഗ ശൈലി കൊണ്ട് BBC-യിൽ വരെ താരമായപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു ആകട്ടെ 24 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച രാജ്യത്തെ ഒരേയൊരു രാഷ്ട്രീയ നേതാവാണ്.
വെടിവെച്ചാൽ ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. അങ്ങനെ മനസ്സിലായില്ലേ? ഒന്നാം പേര് തന്നെ ആദ്യം വെടിവെച്ച്, രണ്ടാം പേര് തന്നെ രണ്ടാമത് തല്ലിക്കൊന്നു, മൂന്നാം പേര് തന്നെ മൂന്നാമത് കുത്തിക്കൊന്നു. അതോടുകൂടി കതർ വലിച്ചിട്ടേച്ച് കോൺഗ്രസുകാർ അവിടെ നോളിയിട്ടു. മണക്കാട് കവലയിൽ 1, 2, 3 ചൊല്ലി ഒടുവിൽ മണിയാശാൻ ചെന്നു നിന്നത് ജയിൽ മുറ്റത്തായിരുന്നു. പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും MM മണി നിറഞ്ഞു. ഒടുവിൽ BBC-യിലും എത്തിനിന്നു ആ പ്രസംഗ പെരുമ. ഉർവശി ശാപം ഉപകാരമെന്ന പോലെ മണിയാശാൻ സംസ്ഥാനത്ത് CPM-ലെ പ്രധാന പ്രാസംഗികരിൽ ഒരാളായി മാറി. പക്ഷേ ഒരിക്കൽ കൂടി മണിയാശാന്റെ നാവ് പിഴച്ചു. ചെറുതോണി പോളിടെക്നിക്കിലെ വനിതാ പ്രിൻസിപ്പാളിനെ പറഞ്ഞത് അല്പം കടന്ന കൈയായി പോയെന്ന് മണിയാശാൻ തന്നെ പിന്നീട് പറഞ്ഞു. മാപ്പ് പറഞ്ഞ് മണിയാശാൻ മാതൃകയായി. ഇപ്പോ പ്രസംഗമല്ല, പ്രവർത്തനത്തിലാണ് ശ്രദ്ധ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മറുവശത്തുള്ളയാളും ഒട്ടും മോശക്കാരനല്ല. 2004 സേനാപതി വേണു പ്രസംഗിച്ചത് 1 or 2 മണിക്കൂറല്ല, 24 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ടു. 2009 രാംലീല മൈതാനത്ത് നടന്ന കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ സേനാപതിയുടെ വാക്കുകൾ ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചു കളഞ്ഞു. പലരും രഹസ്യമായി പറയുന്നത് സേനാപതി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ചായ കൊണ്ടുവരുന്നവനും പെട്ടി തൂക്കുന്നവനും സീറ്റ് കൊടുക്കരുതെന്നായിരുന്നു ആ വാക്കുകൾ. പഴയ പട്ടാളക്കാരുടെ ഹിന്ദി പ്രസംഗം അന്ന് ദേശീയ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി. AICC ऑफिस में झाड़ू मारने वाला, AICC ऑफिस में चाय लेने वाला, वो भी सीट लेकर वहां आते हैं. ऐसा आदमी आया तो मेरा ये निवेदन है. ആര് ജയിച്ചാലും നിയമസഭാ മന്ദിരത്തിൽ ഉടുമ്പൻചോലയുടെ ശബ്ദം നന്നായി മുഴങ്ങിക്കേൾക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ വിശ്വാസം. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി. സമുദായ സംഘടനകളുടെ നിലപാട് വോട്ടിങ്ങിനെ ബാധിക്കുമോ? PL കിരൺ അന്വേഷിക്കുന്നു കവലയിൽ. മണ്ണാർക്കാട്ടെ UDF സ്ഥാനാർത്ഥി ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. മത സാമുദായിക നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾക്ക് ജനങ്ങൾ എങ്ങനെയാവും മറുപടി നൽകുക? നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. ഒരു കാര്യം എന്താ വെച്ചാലേ, കഴിഞ്ഞ ദിവസം കാന്തപുരം പറയുകയുണ്ടായി, ഒരു UDF-ന്റെ സ്ഥാനാർത്ഥി ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ മത സാമുദായിക നേതാക്കന്മാര് തോൽപ്പിക്കണമെന്നോ ജയിപ്പിക്കണമെന്നോ ഒക്കെ പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കുക? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഇവിടെ ആരും ഭരിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല, ഇത് കണക്കാണ്. അപ്പൊ ഈ കാന്തപുരം കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് ശ്രദ്ധപ്പെട്ടിരുന്നല്ലോ, ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന്. അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഈ മത സമുദായ നേതാക്കന്മാർ നടത്തിയാൽ അത് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? വോട്ടർമാർ പ്രതികരിച്ച് അയാളെ ബഹുമാനിക്കുന്നതും ഇതാക്കുന്ന ആൾക്കാർ ചെയ്യും. അല്ലാത്ത നിശബ്ദമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യില്ല. ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? നമ്മളെ അഭിപ്രായം ഒരു ലേശം മറിച്ചിട്ടാണ്. മൂപ്പര് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ കാന്തപുരത്തിനെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല ഞാൻ പറയാൻ തയ്യാറില്ല. ഇങ്ങനെയുള്ള മതനേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരെയൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ചില ആളുകളുണ്ട്, അവർ ചെയ്യും. ഞങ്ങളുടെ വോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തിപരമായ ആശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുക. നാടിന് ആരാണോ നല്ലത് ചെയ്യുന്നത് അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നാടിന് വേണ്ടി നന്മ വരുത്തുന്നവർക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. സാമുദായിക നേതാക്കന്മാർ പറയുന്നതനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? അല്ല, ജനങ്ങൾക്കായിട്ടൊരു താല്പര്യമുണ്ട്. അത് ഏത് മനുഷ്യനും, ഈ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു 10-75 വയസ്സായി കുത്തിരിക്കുന്ന വയസ്സന്മാരാണ്. ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആര് പറഞ്ഞു ഞങ്ങൾ കേൾക്കരുത്. ഞങ്ങൾക്കൊരു വോട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വിഭാഗം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പോൾ വെള്ളപ്പള്ളി നടേശനാണെച്ചാലും AP അബൂബക്കർ മുസ്ലിയാരായാലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നായർ സൊസൈറ്റി ആയാലും എല്ലാവരും ഒരു ജാതിൻ്റെ ആണെച്ചാലും മതത്തിൻ്റെ ആണെച്ചാലും വോട്ട് വ്യത്യസ്ത ആനാൻ്റെ വിചാരം ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനൊക്കെ കോൺഗ്രസ്സുകാരനെ ചെയ്യുള്ളൂ. മതനേതാക്കന്മാർ പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യില്ല. അങ്ങനത്തെ ആൾക്കാരല്ല. അപ്പം ജനങ്ങളൊക്കെ മാറ്റം വന്നില്ല. സമുദായത്തിൻ്റെ നേതൃത്വത്തിലൊന്നും തീരുമാനമെടുക്കുന്ന ആൾക്കാർ
പഴയ മാതിരിയുള്ള ആളുകളൊന്നുമല്ല. ആളുകൾക്കൊക്കെ ഭയങ്കര പുരോഗമനം. അതായത് പഴയ മാതിരിയുള്ള CPM പൈസ കൊടുത്തിട്ടോ അതാക്കിയിട്ടോ ഇതാക്കിയിട്ടൊന്നും ജനങ്ങളെ കിട്ടില്ല. ജനങ്ങളെ വീഴ്ത്താനും കഴിയില്ല. മതസാമുദായിക നേതാക്കന്മാർ പറയുന്നത് അതേപടി അനുസരിക്കണമെന്ന ഒരു അഭിപ്രായം ഇവർക്കില്ല. ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അതനുസരിച്ചാവും അവർ വോട്ട് ചെയ്യുക എന്നും ഇവർ പറയുന്നു. കേരള ബാലറ്റിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരിച്ചു വരാം. VS-നെതിരായ കേസ് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ചർച്ചയാകുമോ? കാണാം ഹാഷ്ടാഗിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഇതോടെ കേരള ബാലറ്റ് പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസ് കാണാം. ഈവനിംഗ് ന്യൂസിൽ IR പ്രസാദും നസ്രിയയും ചേരും ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. വെല്ലുവിളികളൊന്നും തെരഞ്ഞെടുപ്പിനപ്പുറം പോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തന്റെ ഭരണനേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നേരിടാൻ പേടിയുള്ള ഉമ്മൻചാണ്ടിയുടെ തരികിട നമ്പർ മാത്രമാണ് ഈ വക കേസുകൾ. നമുക്കറിയാം, സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയിലെ മന്ത്രിസഭയിലെ ഭൂരിഭാഗം മന്ത്രിമാരെ കുറിച്ചും പലതരത്തിലുള്ള ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളും സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ ഒന്നും നോവാത്ത ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൊന്തത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതും ഒരു തരത്തിലുള്ള അക്രമരാഷ്ട്രീയം തന്നെയാണ്. അക്രമരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തലമാണ് കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാൻ.